സ്വാഗതം. കാണാത്തതും കേൾക്കാത്തതും. ഇങ്ങനെ കൽപ്പിക്കാൻ അങ്ങേർ ആരാണാവോ? ഇറാനിലെ ആയത്തുള്ള മുഖ്യൻ നാസർ മെക്കാരിം ഷിറാസിയുടെ കാര്യം, ട്രംപിനെയും നെതന്യാഹുവിനെയും അവർക്കൊപ്പം ഇറാനിലെ ഭരണകൂടത്തെ വെല്ലുവിളിക്കുന്ന ഏത് മുസ്ലിമിനെ കൂടിയും വകവരുത്താൻ മതമേലാളൻ ഷിറാസിയുടെ നിർദ്ദേശം. താൻ ദൈവത്തിൻ്റെ സൈനാധിപനും ന്യായാധിപനുമാണെന്ന മട്ടിലുള്ള വിധി പ്രഖ്യാപനം. ഇതാണ് ഇസ്ലാമിക മതഭീകരത. ഇതുതന്നെയാണ് ലോകത്തിന് ഭീഷണി. അന്ന് ആയത്തുള്ള ഖൊമൈനി, ഇന്ന് ഗ്രാൻഡ് ആയത്തുള്ള ഷിറാസി എന്ന വ്യത്യാസം മാത്രം. ഇറാനിലെ ആദ്യ മത നേതാവായി ഭരണമേറ്റ ആയത്തുള്ള റൂഹുള്ള മുസാവി ഖൊമൈനി 1989 ജൂണിൽ മരിക്കുന്നതിന് 5 മാസം മുൻപാണ് നോവലിസ്റ്റ് സൽമാൻ റുഷ്ദിയെ വധിക്കുവാൻ ലോക മുസ്ലിം സമൂഹത്തിന് ആജ്ഞ നൽകിയത്. ഖൊമൈനി ഗ്രാൻഡ് ആയത്തുള്ള ആയതുകൊണ്ട് ഫത്ത നേരിട്ട് പുറപ്പെടുവിച്ചു. ഇപ്പോഴത്തെ ഇറാനിയൻ ഭരണാധിപതി അലി ഖമനേയി മതാധികാരമുള്ള ഗ്രാൻഡ് ആയത്തുള്ളയല്ല. അതുകൊണ്ട് ഫത്ത പുറപ്പെടുവിക്കാൻ ഖമനേയിക്ക് ഗ്രാൻഡ് ആയത്തുള്ളമാർ വേണം. ഇറാനിൽ ഷിറാസിക്ക് പുറമെ വേറെയുമുണ്ട് ഗ്രാൻഡ് ആയത്തുള്ളമാർ. പക്ഷേ മറ്റൊരു രാജ്യത്തെ പൗരന്മാരെ വധിക്കാൻ ഇറാനിലെ ഈ മതജീവികൾക്ക് ആര് അധികാരം കൊടുത്തു? പറയുന്ന ഉത്തരം ദൈവം എന്നാകുമെന്ന് ആർക്കും അറിയാം. തൊട്ടയലത്ത് തുർക്കിയിൽ പ്രവാചകൻ എന്ന് വിളിക്കപ്പെടുന്നയാളുടെ ചിത്രം വരച്ചതിന് രാജ്യം കത്തിക്കുന്ന മതഗണം. വീണ്ടും പറയാം, ഇത് തന്നെയാണ് മതഭ്രാന്തും മതഭീകരതയും. ഇത് തന്നെയാണ് ലോക സമാധാനത്തിന് ഭീഷണി. ഇതല്ലാതെ സാധാരണ ഇസ്ലാം വിശ്വാസികൾ തങ്ങൾക്ക് മാത്രം ബാധകമായ ഹിംസാപരമല്ലാത്ത മതവിശ്വാസ നിഷ്ഠകൾ പാലിച്ച് മറ്റുള്ളവരുടെ മേൽ ആധിപത്യത്തിന് ശ്രമിക്കാതെ ജീവിക്കുന്നതല്ല ഭീകരത. സ്വാഭാവിക നന്മകളാൽ പ്രേരിതരായി ദൈവത്തിന് കീഴടങ്ങുന്ന വേറിട്ട ജീവിത പ്രവണതയും മതഭീകരതയല്ല. മറിച്ച് ദൈവത്തിന്റെ പേരിൽ ഹിംസയ്ക്കും ആധിപത്യത്തിനും മുതിരുന്ന ഭ്രാന്തമായ മതഭീകരതയുടെ 2 തരം ഉദാഹരണങ്ങളാണ് ഒരേ സമയം ലോകം ഇപ്പോൾ കണ്ടത്. ഷിറാസി ഇങ്ങനെയൊരു നിർദ്ദേശം നൽകിയത് സ്വന്തം നിലയ്ക്കല്ലെന്ന് വേണമെങ്കിൽ പറയാം. ഖമനേയിയുടെ ജീവന് ഭീഷണിയുണ്ടെന്ന സൂചനയോടെ ഇസ്രായേലും ട്രംപും നടത്തിയ പ്രസ്താവനകൾക്കുള്ള മറുപടിയാണിത്. അതിന് പോന്ന വിധം മുസ്ലിം സമൂഹത്തിന് നിർദ്ദേശം നൽകണമെന്ന് ഖമനേയിയുടെ സഹായികൾ ആവശ്യപ്പെട്ടു. അതനുസരിച്ചാണ് ഷിറാസി കത്തിലൂടെ ഈ നിർദ്ദേശം നൽകിയത്. ഇസ്രായേൽ നിശ്ചയിച്ചുറപ്പിച്ചതുപോലെ ഖമനേയിക്കും ഉണ്ടാകുമായിരുന്ന നാണക്കെട്ട അന്ത്യ വെടിനിർത്തൽ വഴി ഒഴിവാക്കിയത് താനാണെന്നും ഖമനേയി ഒളിക്കുന്നിടം തങ്ങൾക്കറിയാമെന്നും കൂടി ട്രംപ് പറഞ്ഞിരുന്നു. അതിന് ഷിറാസി കത്തിലൂടെ നൽകിയ മറുപടിയും ലോക ഇസ്ലാമിക സമൂഹത്തിനുള്ള നിർദ്ദേശവും ഇങ്ങനെ: ഖമനേയിയും വരാനിരിക്കുന്ന മഹ്ദിക്കും വേണ്ടി ഖമനേയി നയിക്കുന്ന കാര്യസ്ഥ ഭരണകൂടത്തെയും മുസ്ലിം സമൂഹത്തെയും ഭീഷണിപ്പെടുത്തുന്നവർ ദൈവത്തിൻ്റെ ശത്രുക്കളായ കാഫിറുകളാണ്. അവരുടേത് പാഴ് രക്തമാണ്. ലോകത്തുള്ള എല്ലാ മുസ്ലിങ്ങളും അവരെ വേദന അറിയുന്ന വിധത്തിൽ പാഠം പഠിപ്പിക്കണം. അതിനിടെയുണ്ടാകുന്ന നഷ്ടത്തിന് ജിഹാദിക്കുള്ള പ്രതിഫലം ലഭിക്കും. ഖമനേയിയെ എതിർക്കുന്നവരെ തട്ടിക്കളയണമെന്ന് സാരം. അതിനിടെ കൊല്ലപ്പെട്ടാൽ വിശുദ്ധ യുദ്ധ പോരാളിക്കുള്ള സമ്മാനം അഥവാ സ്വർഗം ഉറപ്പെന്നും നരകഭയം മുറ്റി നിൽക്കുന്നവരെ സ്വർഗം മോഹിപ്പിച്ച് എതിരാളികളുടെ ഘാതകരാക്കുന്ന മതഭീകരരാക്കുന്ന വിദ്യ ട്രംപിനും നെതന്യാഹുവിനും അവരെ സഹായിക്കുന്ന ലോകത്തെ ഏത് മുസ്ലിമിനുമെതിരെ അങ്ങോർ മുഴക്കിയ വധഭീഷണിയുടെ വലുപ്പത്തെക്കുറിച്ചല്ല പറയുന്നത്. ഭീഷണിപ്പെടുത്തുന്നത് രാഷ്ട്രീയ അധികാരമില്ലാത്ത മതനേതാവ് ആയത്തുള്ള മുഖ്യൻ ആണെന്നതിൻ്റെ ഗൗരവത്തെക്കുറിച്ചാണ്. ഭരണാധികാരികൾ അത് പറഞ്ഞാൽ ഭോഷത്വമായാൽ കൂടി രാഷ്ട്രീയ പ്രതികരണമായി വ്യാഖ്യാനിക്കാൻ ന്യായമുണ്ട്. പക്ഷേ ദൈവത്തിൻ്റെ കൽപ്പന എന്ന മട്ടിൽ
മറ്റു രാജ്യത്തെ വ്യക്തികളെ വധിക്കാൻ പറയുന്ന മതകാരണവന്മാരുടെ നടപടിക്ക് ആ ന്യായമില്ല. ഗ്രാൻഡ് ആയത്തുള്ള ഷിറാസിയുടെ പ്രഖ്യാപനത്തിൽ കേൾക്കുന്നത് ദൈവത്തിനു വേണ്ടി കൊലവിധി പുറപ്പെടുവിക്കാൻ തനിക്ക് അധികാരമുണ്ടെന്ന നിലപാടും ലോകത്തെ കൊണ്ട് അത് അംഗീകരിപ്പിക്കാൻ ഭീകരത കാട്ടുന്ന ഇസ്ലാമികരുടെ വിധേയത്വവുമാണ്. അദ്ദേഹത്തിൻ്റെ തന്നെ മൂഢബോധ്യവും. അതിന് തക്ക വിധമാണ് മതപഠനം അനുയായികളെ വിശ്വസിപ്പിച്ചിരിക്കുന്നതും രൂപപ്പെടുത്തിയിരിക്കുന്നതും. അതുകൊണ്ടാണ് ലോകത്തെവിടെയും അനുയായികൾ മതവിധി കേട്ട് ആരെയും കൊല്ലാൻ ഭ്രാന്ത് പിടിച്ച് ഇറങ്ങി പുറപ്പെടുന്നത്. ആയത്തുള്ള ഖൊമൈനി ലോകം വിട്ടപ്പോഴും ബ്രിട്ടന്റെ കനത്ത സംരക്ഷണത്തിലായിരുന്ന റുഷ്ദിയെ തൊടാൻ ഒരു ഇസ്ലാമിക ഭീകരനും കഴിഞ്ഞില്ല. വധത്തിന് പ്രതിഫലമായി 28 കോടി രൂപയ്ക്കെടുത്ത തുക ഓഫർ ചെയ്തിട്ടും പിന്നീട് ഇറാൻ തന്നെ അത് മറന്നു. പക്ഷേ ചാകാത്ത പുഴുവും കെടാത്ത തീയും പോലെ മനുഷ്യരെ പീഡിപ്പിക്കുന്ന മതവൈറസ് പിൽക്കാല തലമുറയെയും ബാധിച്ചു. ആ ബാധയാൽ ഖൊമൈനിയുടെ ദുഷ്ടവിധി നടപ്പാക്കാൻ 2022 ഇറങ്ങിത്തിരിച്ചത് ഖൊമൈനി മരിക്കുമ്പോൾ പോലും ഭൂമിയിൽ പിറന്നിട്ടില്ലാതിരുന്ന ഹാദി മത്താർ എന്നൊരു മതഭ്രാന്തൻ. ലബനിൽ നിന്ന് അമേരിക്കയിൽ കുടിയേറിയ ഷിയ വിഭാഗം ദമ്പതികളുടെ പുത്രനായ ഷിയ വിഭാഗക്കാരൻ. ന്യൂയോർക്കിലെ പ്രഭാഷണ വേദിയിൽ അയാൾ റുഷ്ദിയെ ആക്രമിച്ചു. കൊല്ലാൻ കഴിഞ്ഞില്ലെങ്കിലും കത്തിക്കുത്തേറ്റ റുഷ്ദിയുടെ ഒരു കണ്ണിന്റെ കാഴ്ച നശിച്ചു. താൻ ജനിക്കുന്നതിന് 9 വർഷം മുമ്പേ മരിച്ച മതകാരണവരുടെ വിധി നടപ്പാക്കാൻ ശ്രമിച്ച് 24-ാം വയസ്സിൽ 25 വർഷത്തെ ജയിൽ ശിക്ഷാവിധി ആ വിദ്വാൻ നേടിയെടുത്തു. ഇറാന്റെ രാഷ്ട്രീയ മതം ആ മതക്കാരെ അന്ധരാക്കുന്നു എന്നതിനെ ഇതിനേക്കാൾ വലിയ എന്ത് തെളിവാണ് ലോകത്തിന് വേണ്ടത്? ഇങ്ങനെ ആർക്കോ വേണ്ടി കൊല്ലാനും ചാകാനും മതസ്വർഗം സ്വപ്നം കണ്ട് തുനിഞ്ഞിറങ്ങുന്ന ഒരുപാട് ബോഷബുദ്ധികൾ ഉണ്ടാകാൻ ഇറാന്റെ മത നേതൃത്വം ഇടയാക്കുന്നുണ്ട്. മതഗ്രന്ഥവും ഇത്തരം നേതൃത്വവും പറയുന്നത് അക്ഷരം പ്രതി അനുസരിച്ച് ഏത് രക്തപാതകവും ചെയ്യാൻ മടിക്കാത്തവരെ തന്നെ ഹമാസിന്റെയും ഹിസ്ബുള്ളയുടെയും ഹൂതികളുടെയും നിരയെ പോറ്റുന്ന അതേ ഇറാനിയൻ നേതൃത്വം, അവരെ നയിക്കുന്ന അതേ മതഭ്രാന്താണ് നിരവധി രാജ്യങ്ങളിൽ ക്രൈസ്തവരെ ദേവാലയങ്ങളിലും അല്ലാതെയും കൂട്ടക്കൊല ചെയ്യുന്ന ഭീകര ഇസ്ലാമികരെയും നയിക്കുന്നത്. അതൊരു രാഷ്ട്രീയ രോഗം എന്നതിലുപരി അന്തമില്ലാത്ത രാഷ്ട്രീയ മതരോഗം എന്നതുകൊണ്ട് തന്നെയാണ് ലോകം അതിനെതിരെ ഒന്നിക്കാൻ കേരളത്തിലെ കത്തോലിക്ക മെത്രാൻ സമിതി ആഹ്വാനം ചെയ്യേണ്ടി വന്നതും. ട്രംപിനെയും നെതന്യാഹുവിനെയും വധിക്കാൻ ഇറാനിലെ അങ്ങോർ ഉത്തരവിട്ടാലുടൻ അത് സാധിച്ചു കളയുമെന്ന തെറ്റിദ്ധാരണയും ഭയവും ഒന്നും ലോകത്തിനില്ല. പക്ഷേ ലോകത്തെ ഏത് ജനസമൂഹത്തിനും ഇറാൻ പോറ്റുന്ന മതഭീകരത ഭീഷണിയാണ്. ചരിത്രത്തിൽ ഇടമുള്ള പേർഷ്യയുടെ പാരമ്പര്യമല്ല. കഴിഞ്ഞ നൂറ്റാണ്ടിൽ ഇറാൻ എന്ന് വിളിക്കപ്പെട്ടതും ഇന്നത്തെ മതഭരണകൂടം വാഴുന്നതുമായ നാടിൻ്റെ പാരമ്പര്യം ഇസ്രയേലിനും അമേരിക്കയ്ക്കും മരണം വിധിക്കുവാനും അതിനുവേണ്ടി ഭീകരതയെ പോറ്റാനുമായി പണം ചെലവിടാനല്ലാതെ സ്വന്തം പൗരരുടെ ജീവിതം മെച്ചപ്പെടുത്തുവാൻ ശ്രമിക്കാത്ത ഇറാനിലെ ഭരണകൂടത്തിന് ഇറാൻ ജനതയെ ചേർത്ത് പറയാൻ അവകാശമുണ്ടോ? അത് ചോദിക്കേണ്ടത് ആ ജനത തന്നെയാണ്. പക്ഷേ കൊടിയ പീഡനങ്ങളാൽ അടിച്ചമർത്തപ്പെടുന്ന അവർക്കതിന് തൽക്കാലം ശേഷിയില്ല. സ്വന്തം ജനങ്ങളെ ദുരിതത്തിലാക്കി മിസൈലുകളും ബോംബുകളും കൂനക്കൂട്ടി രസിക്കുന്ന മതഭരണകൂടം ലോകത്തിന് മുൻപിൽ വേറെ ആരെയാണ് സംരക്ഷിക്കുന്നത്? ഇതൊക്കെ കണ്ടാലും 6-ാം നൂറ്റാണ്ടിന് മുമ്പ് ലോക ചരിത്രമില്ലെന്ന് കരുതുന്നവർക്ക് അത്ര എളുപ്പം പ്രബോധോദയം പ്രതീക്ഷിക്കേണ്ട. ഞങ്ങളുടെ മതവും രീതിയും ഇങ്ങനെയല്ല എന്ന് ഇന്നാട്ടിൽ ആരെങ്കിലും പറയുന്നത് കേട്ടാൽ തന്നെ അതേപടി വിശ്വസിക്കാനാവില്ല. വിദേശത്തെ ക്രൈസ്തവ കൂട്ടക്കുരുതി ഇവിടെ സാധ്യമാകുന്നില്ലെങ്കിലും ക്രൈസ്തവ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഒരു വിഭാഗക്കാർ പല വിധത്തിൽ നടത്തുന്ന കടന്നേറ്റ ശ്രമങ്ങൾ ഒരു പാത്രത്തിലെ എല്ലാ ചോറും ഒരുപോലെ എന്ന ന്യായം ഓർമ്മിപ്പിക്കുന്നു. മുൻവിധി മാറ്റിവെച്ചാലും അനുഭവങ്ങൾ മറ്റൊരു ബോധ്യം നൽകുന്നില്ല.
അല്ലെങ്കിൽ തന്നെ ഞങ്ങൾ വ്യത്യസ്തർ എന്ന് സാഹചര്യവശാൽ മാത്രം പറയുന്നവർ കവാത്തു മറക്കാൻ ഏറെ നാളോ ഏറെ കാരണങ്ങളോ വേണ്ടിവരുമോ? ഉത്തരം ആശ്വാസകരമായെങ്കിൽ. UK ആ വൈദികൻ ചെയ്തത് ശരിയോ കടന്ന കയ്യോ? ഫാദർ ഇയാൻ വെയിൻ ചെയ്തത് ഇതാണ്. ഭരണകക്ഷി അവതരിപ്പിച്ച ആത്മഹത്യ അനുവദിക്കുന്ന ബില്ലിനെ പിന്തുണച്ച പാർലമെന്റ് അംഗം ക്രിസ് കോഗ്ലാനെ ദിവ്യകാരുണ്യം നിഷേധിച്ചു. ലണ്ടനിൽ നിന്ന് 21 മൈൽ തെക്കുമാറിയുള്ള ഡോക്കിംഗ് നഗരത്തിലെ സെന്റ് മേരീസ് കത്തോലിക്ക പള്ളിയുടെ വികാരിയാണ് ഫാദർ ഇയാൻ വെയിൻ. ക്രിസ്റ്റഫർ ഓസ്റ്റിൻ ഫ്രാൻസിസ് കോഗാൻ ആകട്ടെ ഡോക്കിംഗ് ആൻഡ് ഹോലി മണ്ഡലത്തിന്റെ ലിബറൽ ഡെമോക്രാറ്റിക് MP. ചിലരെങ്കിലും ഫാദർ ഇയാൻ വെയിനെ കഠിനമായി പഴിച്ചെന്നു വരാം. പക്ഷേ ആത്മഹത്യ അനുവദിക്കുന്ന ബില്ലിനെ പിന്തുണച്ച MP വന്നാൽ ആ വൈദികൻ ദിവ്യകാരുണ്യം നൽകണോ നിഷേധിക്കണോ? വേണമെന്ന് പറയുന്നവർക്ക് പല ന്യായങ്ങളും കണ്ടേക്കാം. വിഷയം അവരുടെ വൈകാരിക സ്വസ്ഥതയെയും സാമൂഹിക നിലയെയും മാത്രം ബാധിക്കുന്നതല്ല. ആ വൈദികന്റെ വ്യക്തിപരമായ ആത്മസ്ഥിതിയെ നേരിട്ടും പലരുടെയും ആത്മരക്ഷയെ പരോക്ഷമായും ബാധിക്കുന്ന കാര്യം. വിശദീകരിച്ചു പറയാം. മാരക രോഗം ബാധിച്ചവരെ ജീവിതം അവസാനിപ്പിക്കുന്നതിനെ സഹായിക്കാൻ ഡോക്ടർമാരെ അനുവദിക്കുന്ന ബില്ലാണ് വിഷയം. അസിസ്റ്റന്റ് സൂയിസൈഡ് അല്ലെങ്കിൽ അസിസ്റ്റന്റ് ഡൈയിങ് ബില്ലിന്റെ ലക്ഷ്യം മോചന സാധ്യത തീർത്തും ഇല്ലാതെ വേദനയും സഹനവുമായി കഴിയുന്ന മാരക രോഗബാധിതരെ ജീവനെടുക്കാൻ ഡോക്ടർമാർ സഹായിക്കുന്നത് നിയമം കൊണ്ട് ശരിവെക്കുക. 2 കാരണങ്ങളാൽ ഈ ബില്ലിനെ UK കത്തോലിക്ക സഭാ നേതൃത്വം എതിർക്കുന്നുണ്ട്. 1, ഏതൊക്കെ വാക്കുകളിൽ വളച്ച് കെട്ടിപ്പറഞ്ഞാലും സംഗതി ആത്മഹത്യയാണ്. അതേസമയം തന്നെ ദയാവധത്തിന്റെ മറ്റൊരു രൂപവും. ഈ നിയമം രോഗികളെ മാരക പാപത്തിലും ഡോക്ടർമാരെ തുടർച്ചയായ മാരക പാപാവസ്ഥയിലും പെടുത്തുന്നതുമാണ്. 2, രക്ഷാസാധ്യതയില്ലാത്തവരെയും പ്രായം ചെന്ന രോഗികളെയും ഒഴിവാക്കുവാൻ മറ്റുള്ളവർ ഈ നിയമം ദുരുപയോഗിക്കാനുള്ള സാധ്യതയേറെ. ഉപയോഗമില്ലാത്തവരെ ഒഴിവാക്കണമെന്ന് കരുതുന്ന നിരവധി നവ ഹിറ്റ്ലർമാരെ സൃഷ്ടിക്കാൻ അസിസ്റ്റന്റ് ഡൈയിങ് നിയമം ഇടയാക്കുമെന്ന ആശങ്ക സഭാ നേതൃത്വത്തിനുണ്ട്. ബില്ലിനെ എതിർക്കണമെന്ന് ജനപ്രതിനിധികൾക്ക് കത്തെഴുതാൻ ഡോക്കിംഗ് ഇടവക ഉൾപ്പെടെ അരണ്ടൽ ആൻഡ് ബ്രൈറ്റൻ രൂപതയുടെ മെത്രാൻ റിച്ചാർഡ് മോദ് വൈദികരെയും അൽമായരെയും പ്രോത്സാഹിപ്പിച്ചതുമാണ്. ഫാദർ ഇയാൻ വെയിൻ ആകട്ടെ ബില്ലിനെ പിന്തുണയ്ക്കുന്നത് മനസ്താപമില്ലാതെ പാപത്തിൽ തുടരുന്നതിന് തുല്യമാകുമെന്ന് ജൂൺ 20 വോട്ടെടുപ്പിന് മുമ്പേ ക്രിസ് കോഗ്ലാനെ മുന്നറിയിപ്പും നൽകിയിരുന്നു. അത് അവഗണിച്ച് ബില്ലിനെ പിന്തുണച്ച പിഴ ദിവ്യബലി സമൂഹത്തെ പരസ്യമായി ധരിപ്പിച്ചുകൊണ്ടാണ് കോഗ്ലാനെ ദിവ്യകാരുണ്യം നിഷേധിക്കുന്നുവെന്ന് ഫാദർ ഇയാൻ വെയിൻ അറിയിച്ചത്. ഇത് അവമതിക്കലും തന്റെ രാഷ്ട്രീയ തീരുമാനത്തെ സ്വാധീനിക്കാനുള്ള ശ്രമവും എന്നൊക്കെ കോഗ്ലാൻ പറയുന്നെങ്കിലും ബോധ്യമുള്ള വൈദികൻ ഇതല്ലാതെ മറ്റെന്ത് ചെയ്യുമെന്ന ചോദ്യമാണ് വിശ്വാസികളുടെയും സമൂഹത്തിൻ്റെയും മുമ്പിലുള്ളത്. പശ്ചാത്തപിക്കാതെ പരസ്യമായ പാപാവസ്ഥയിൽ നിൽക്കുന്ന ആളിനെ ദിവ്യകാരുണ്യം നൽകാൻ കഴിയാത്ത വൈദികന്റെ ബോധ്യത്തെ കുറ്റപ്പെടുത്താനാകുമോ? പാപിയെന്ന് അറിഞ്ഞുകൊണ്ട് യൂദാസിന് ദിവ്യകാരുണ്യം നൽകിയ യേശുവിൻ്റെ ഉദാഹരണം ചൂണ്ടിക്കാട്ടുന്നവർ ഉണ്ടാകാം. അത് വ്യത്യസ്തമായ സാഹചര്യം. 1, യൂദാസ് വെല്ലുവിളിക്കുന്ന പരസ്യ പാപത്തിലായിരുന്നില്ല. 2, യേശുനാഥൻ കുരിശിൽ ബലിയായതുപോലെ യൂദാസിന്റെ ദ്രോഹത്തിനും മറ്റാരെയുമല്ല തന്നെ തന്നെയാണ് വിട്ടുകൊടുത്തത്. അതേസമയം വൈദികൻ അത് ചെയ്യുമ്പോൾ തന്നെയല്ല ദൈവമായ യേശുവിനെയാണ് ദ്രോഹിക്കുകയും വേദനിപ്പിക്കുകയും ചെയ്യുന്നതെന്ന ബോധ്യ വ്യത്യാസമുണ്ട്. അതെങ്ങനെ ഒരു വൈദികന് സാധ്യമാകും? 2,
അത് വിശ്വാസികളുടെ സമൂഹത്തിൽ സൃഷ്ടിക്കുന്ന ഇടർച്ചയ്ക്ക് രാഷ്ട്രീയ ന്യായം, പരിഹാരമോ ഉത്തരമോ ആകുന്നില്ല. ദിവ്യകാരുണ്യം സ്വീകരിക്കുന്നത് യേശുവിനെ വേദനിപ്പിക്കാനാണോ എന്ന ചോദ്യം സ്വയം ചോദിക്കേണ്ടത് കോഗ്ലാനെ പോലുള്ളവരാണ്. ദൈവഹിതത്തിനെതിരായി രാഷ്ട്രീയ ഹിതത്തെ കാണുന്നവർക്കും ആത്മഹനനത്തെ പിന്തുണയ്ക്കുന്നവർക്കും എന്ത് കത്തോലിക്ക വിശ്വാസം, എന്ത് ദിവ്യകാരുണ്യ സ്വീകരണം എന്ന ചോദ്യവും സ്വാഭാവികം. അവർ വിലമതിക്കുന്നത് ദൈവ കൽപ്പനയെ അല്ല, രാഷ്ട്രീയ അംഗീകാരത്തെയും ജനപ്രീതിയെയുമാണ്. പക്ഷേ സെക്കുലർ രാഷ്ട്രവും അതിൻ്റെ നിയമവും ആത്മഹത്യയെ കുറ്റകരമല്ലാതാക്കി പ്രോത്സാഹിപ്പിച്ചാലും ദയാവധം അനുവദിച്ചാലും സൃഷ്ടാവിൻ്റെ നിയമം മാറ്റാൻ ഒരു ഭരണകൂടത്തിനും കഴിയില്ലെന്നും ജീവിതാന്തത്തിൽ മനുഷ്യൻ ഉത്തരം പറയേണ്ടത് മനുഷ്യൻ്റെയല്ല സൃഷ്ടാവിൻ്റെ നിയമം വെച്ചാണെന്നും അറിയുന്നവരാണ് വിശ്വാസികളും വൈദികരും. ആ നിലയ്ക്ക് തൻ്റെ ആത്മസ്ഥിതി അപകടത്തിലാക്കാൻ കാരണമാകുന്ന നിശബ്ദത ഉടച്ചു കളഞ്ഞ ഫാദർ ഇയാൻ വെയിനിന്റെ നടപടി പാപം നിസ്സാരമായി കാണുന്ന ആധുനിക മനസ്ഥിതിയുടെ കാർമേക പടലത്തിലെ വെള്ളിരേഖയാണെന്ന് ഏറെ വിശ്വാസികൾ കരുതുന്നു. ആത്മഘാതനത്തിനെതിരെ പരസ്യമായി നിലപാടെടുക്കുവാൻ ആത്മാവിന്റെ ധീരത ആർജിച്ച നല്ല ഇടയനാണ് ഫാദർ ഇയാൻ വെയിൻ എന്നും. പക്ഷേ ഫാദർ ഇയാൻ വെയിൻ വാക്കുകൾ കൊണ്ട് ഏറെ ആക്രമിക്കപ്പെടുവാനും പീഡിപ്പിക്കപ്പെടാനും വെർച്വൽ രക്തസാക്ഷിയാകാനുമുള്ള സാധ്യത മുമ്പിലുണ്ട്. താൻ സമൂഹത്തിലെ ഹീറോ ആയി വാഴ്ത്തപ്പെടുകയില്ലെന്നല്ല, പൊതുസമൂഹത്തിന്റെ കനത്ത കല്ലേറ് ഏറ്റുവാങ്ങേണ്ടി വരുമെന്ന് തന്നെ ഓർമ്മിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇത് ചെയ്തത്. ഇന്നത്തെ ലോകത്തിന് ഒരുപക്ഷെ ഒട്ടും സ്വീകാര്യമല്ലാതെ പോയേക്കാവുന്ന കാര്യം, മനുഷ്യജീവൻ സംബന്ധിച്ച പാവനമായ ദൈവിക നിയമത്തിന്റെ ലംഘനമായ ഈ ബില്ലിനെ അമേരിക്ക വിമർശിച്ചു എന്നത് ശ്രദ്ധേയം. ബ്രിട്ടീഷ് സമൂഹം അതിന്റെ സ്വാതന്ത്ര്യം അപകടത്തിലാക്കുന്ന വിധം മതാധിപത്യത്തിനും മതഭീകരതയ്ക്കും ഇരയാകുന്നതിന്റെ കാരണം തേടി ഏറെ കഷ്ടപ്പെടേണ്ടതുണ്ടോ? യഹോവയെ മറന്നപ്പോഴൊക്കെ ഇസ്രയേൽ ജനം നേരിട്ട അടിമത്തവും പ്രവാസവും സ്വന്തം മണ്ണിൽ തന്നെ ബ്രിട്ടീഷ് ജനത അനുഭവിക്കേണ്ടി വരുന്നതിൻ്റെ കാരണവും വേറൊന്നാകില്ല. ദൈവകൽപ്പനകളെ മറന്ന് ജനപ്രിയത്തിന് വഴങ്ങുന്നവർ കണ്ണു തുറക്കുന്നത് വരേക്ക് പീഡകരുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെടും എന്നത് ഇപ്പോഴും ബാധകമായ നിയമമെന്ന് എത്രയും നേരത്തെ UK സമൂഹവും തിരിച്ചറിയട്ടെ. പൊതുസമൂഹത്തിന് വേണ്ടി നിലകൊള്ളേണ്ടി വരുന്ന അവസ്ഥയും സ്വന്തം വിശ്വാസവും ജനപ്രതിനിധികൾക്ക് സൃഷ്ടിക്കുന്ന ക്ലേശകരമായ അവസ്ഥ രൂപത നേതൃത്വം പരാമർശിച്ചെങ്കിലും കോഗ്ലാൻ സൃഷ്ടിക്കുന്ന വിവാദത്തിന്റെ പര്യവസാനം എന്തെന്നറിയാൻ കാത്തിരിക്കേണ്ടി വരും. കാണാത്തതും കേൾക്കാത്തതും അടുത്ത ആഴ്ച ഇതേ സമയം.